പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ വെള്ളിയാഴ്ചയും ഖതീബ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണർത്തിയിട്ടില്ലെങ്കിൽ അവരുടെ ഖുതുബയോ ജുമുഅയോ സഹിഹാവുകയില്ല. എന്താണ് അത്? തഖ്വ കൊണ്ടുള്ള വസിയ്യത്താണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യാത്ത ഒരു ഖുതുബയും സ്വീകാര്യോഗ്യമല്ല. പ്രിയപ്പെട്ട സഹോദരന്മാർ, എന്തുകൊണ്ടാണ് തഖ്വക്ക് ഇത്രമേൽ പ്രാധാന്യം? എല്ലാ ആഴ്ചയിലും ഇടക്കിടക്ക് ഖതീബുമാർ, ഉലമാക്കൾ, ഉസ്താദുമാർ, ഉത്തരവാദിത്തപ്പെട്ടവർ സമുദായത്തെ പടച്ചറബിനെ സൂക്ഷിക്കണേ, തഖ്വ ചെയ്യണേ, പടച്ചറബ് കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണേ, വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണേ എന്ന് ഇടക്കിടക്ക് എന്തുകൊണ്ടാണ് ഓർമ്മപ്പെടുത്തുന്നത്? ഒന്ന്, അതുണ്ടെങ്കിലേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ. മാത്രമല്ല, സ്വർഗം കിട്ടാൻ മാത്രമാണോ തഖ്വ? അല്ല. ഭൗതിക ലോകത്ത് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സകലമായ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് തഖ്വ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഇന്നത്തെ ഖുതുബന്റെ ഇടയിൽ സൂചിപ്പിച്ച ഒരു ആയത്തുണ്ട്, വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ഈ ആയത്ത് ഏത് സന്ദർഭത്തിൽ ഇറങ്ങിയതാണെന്ന് അറിയോ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പരാതിയുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് കടന്നു വരികയാണ്. അവിടത്തേക്കുണ്ടായിരുന്ന ഏകനായ ഒരു പുത്രൻ, അത് ശത്രുക്കൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. മകനെ വിട്ടുതരണമെങ്കിൽ കോടികളാണ് ചോദിക്കുന്നത്, വലിയ സംഖ്യകളാണ് ചോദിക്കുന്നത്. പാവപ്പെട്ട ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഈ പരാതിയുമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു, നബിയെ, എന്റെ ഏകനായ മകനെ ശത്രുക്കൾ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വീട്ടിൽ ദാരിദ്ര്യമാണ്, പണമില്ല, ഭക്ഷണമില്ല. പരാതികൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അങ്ങ് സമർപ്പിക്കുകയാണ്. മുത്തുനബി പറഞ്ഞു, എന്റെ വീട്ടിൽ ഞങ്ങൾക്ക് കഴിക്കാൻ, എന്റെ വീട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു മുദ്ദ് ഭക്ഷണമേ ഉള്ളൂ. നോക്കൂ നിങ്ങൾ, വിശപ്പും ദാരിദ്ര്യവും ഇല്ലായ്മയും സങ്കടങ്ങളും പറഞ്ഞു വന്ന ഔഫ് ബിൻ മാലിക് തങ്ങളോട് മുത്തുനബിയുടെ പ്രതികരണം, എന്റെ വീട്ടിൽ ഒരു മുദ്ദ് ഭക്ഷണം മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടില്ല, അതുപോലെയുള്ള സേവിംഗ് ഒന്നും എനിക്കില്ല. നോക്കൂ നിങ്ങൾ, ലോകത്തിന്റെ നേതാവ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുദ്ദ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ മനുഷ്യന്റെ രണ്ട് കൈയും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചാൽ ഇതിൽ കൊള്ളുന്ന അത്രയും അരി അല്ലെങ്കിൽ അത്രയും ധാന്യം, അതാണ് ഒരു മുദ്ദ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ. മുത്തുനബി എന്നിട്ട് ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് തങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കുന്നു, ഇത്തഖില്ലാ, പടച്ചറബിനെ സൂക്ഷിക്കണം, വസ്ബിർ, ക്ഷമിക്കുകയും ചെയ്യണം. മാത്രമല്ല, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ ധാരാളമായി ചൊല്ലണം. മുത്തുനബിയുടെ വസിയ്യത്താണ്. മുത്തുനബിയിൽ നിന്ന് കിട്ടിയ നസീഹത്ത് സന്തോഷത്തോടെ സ്നേഹത്തോടെ ഏറ്റുവാങ്ങി ബഹുമാനപ്പെട്ട ഔഫ് ബിൻ മാലിക് തങ്ങൾ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നു. നബി തങ്ങൾ പറഞ്ഞു തന്ന ഈ ദിക്ർ തന്റെ ഭാര്യക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഭാര്യക്ക് പരാതിയില്ല, വളരെ സന്തോഷത്തോടെ ആ ദിക്ർ ഏറ്റുവാങ്ങുകയാണ്. ആ ഉപ്പയും ഉമ്മയും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന ദിക്ർ ധാരാളമായി ചൊല്ലുകയാണ്. പടച്ചറബിനെ സൂക്ഷിക്കുന്നു, ഇല്ലായ്മയിലും ദാരിദ്ര്യത്തിലും അല്ലാഹുവിന്റെ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയും ചെയ്യുന്നു. അതാ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്റെ വീടിന്റെ കതകാരോ മുട്ടുകയാണ്. തുറന്നു നോക്കുമ്പോൾ തന്റെ അറസ്റ്റ് ചെയ്യപ്പെട്ട തന്റെ പ്രിയപ്പെട്ട മകൻ അവിടെ കടന്നു വന്നിരിക്കുകയാണ്. മകന് മാത്രല്ല, 100 കണക്കിന് ഒട്ടകങ്ങളുമായിട്ടാണ് ആ മകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. എങ്ങനെ മോനെ ഇത്രയും ഒട്ടകങ്ങളെ കിട്ടിയത്? 100 ഒട്ടകം പോരെ? ഒരൊട്ടകത്തിന് എന്താ റൈറ്റ്? ആലോചിച്ച് നോക്കി. ഒരൊട്ടകത്തിന് എന്താ റൈറ്റ്? ഉദയത്തിന് സമയം ഒരു പോത്തിന് എന്താ റൈറ്റ്? 100 ഒട്ടകങ്ങളുമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ കടന്നു വരുന്നത്. ഈ ദിക്റിന്റെ മഹത്വം കാരണം ശത്രുക്കൾക്ക് ഒരു പ്രത്യേക ഉറക്കം. അവരൊന്നും ശ്രദ്ധിക്കാതെ അയാൾ സ്വന്തം കെട്ടക്കഴിച്ച് അവിടെ ഉണ്ടായിരുന്ന ശത്രുക്കളുടെ 100 കണക്കിന് ഒട്ടകങ്ങളുമായിട്ട് രക്ഷപ്പെട്ടതാണ്. ആരും പിടികൂടിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, ഈ സന്ദർഭത്തിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾക്ക് ആയത്തിറങ്ങുന്നത്, വമയത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ എന്ന് തുടങ്ങുന്ന ആയത്തിറങ്ങുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പടച്ചറബിനെ സൂക്ഷിക്കണം, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യണം, അല്ലാഹുവിനെ പേടിക്കണം, അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസൃതമായി ജീവിച്ചോളൂ, ക്ഷമിക്കണം. ക്ഷമയില്ലാതെ നമുക്ക് എവിടെയും നമ്മളങ്ങോട്ട് കരുതുമ്പോഴേക്ക് കാര്യങ്ങൾ നടന്നോളുന്നില്ല. ഞാനങ്ങോട്ട് കരുതുമ്പോഴേക്ക് എന്റെ കാര്യങ്ങൾ നടക്കണം, അങ്ങനല്ല. ജീവിതത്തിന്റെ വിജയത്തിൽ ക്ഷമയാണ് ഏറ്റവും വലിയ തിയറി. ക്ഷമയാണ് ഏറ്റവും വലിയ തിയറി. അതിനപ്പുറം മറ്റൊരു തിയറി ഇല്ല. സൂത്രവാക്യങ്ങളോ എളുപ്പ വഴികളോ കുറുക്കു വിദ്യകളോ ഇല്ല. ഇത് ക്ഷമയുടെ ലോകമാണ്. ക്ഷമിച്ചേ പറ്റൂ. ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം നബിയേ.
അതുകൊണ്ട് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും, പ്രയാസങ്ങൾ ഉണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, സിഹറുകൾ ഉണ്ടാകും, ശൈത്താന്മാരുണ്ടാകും, വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി വരും. ക്ഷമിക്കുക, പടച്ച റബ്ബിന്റെ വഴിയിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ ഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ. എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ കാൽപാദങ്ങളെ അടിയുറപ്പിച്ച് നിലനിർത്തി തരണമേ. വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. കാഫിരീങ്ങളായ ജനതകൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമേ. മുഅ്മിനീങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയായി പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല ക്ഷമ നൽകട്ടെ. എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ തന്ന അല്ലാഹു നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ. നമ്മുടെ കടങ്ങളെല്ലാം അല്ലാഹു തആല വീട്ടട്ടെ.